വെൽക്കം ടു സിവിക് IQ ബൈ ഹറ. നമ്മളെല്ലാവരും മറ്റൊരാളുടെ സന്തോഷം കാണുമ്പോൾ ഒരുപോലല്ല സന്തോഷിക്കുന്നത്, അല്ലേ? ചിലർക്ക് സന്തോഷം അമിതമായി വരും. നമ്മുടെ കൂട്ടുകാരനായിരിക്കും, കൂട്ടുകാരിയായിരിക്കും, ചിലപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ സന്തോഷം കുറച്ചൊന്ന് കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ സന്തോഷമാണ്. ചിലപ്പോൾ ചെറിയ ദേഷ്യം വരും, ചിലപ്പോൾ ചെറിയ നീരസം വരും, ചിലപ്പോൾ വാശി വരും, ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ പൂർണ്ണമായ അസൂയ തന്നെ വരും, അല്ലേ? നമ്മൾ അസൂയ ഉണ്ടാവാത്തവർ കുറവാണ്. എന്തുകൊണ്ടാണ് അസൂയ ഉണ്ടാവുന്നത് അറിയാം? കാരണം മനുഷ്യൻ, ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്, ആർ ബോൺ വിത്ത് ദിസ് ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് വേറൊരാളിനെ കാണുമ്പോൾ അയാൾ നമ്മളെക്കാൾ എന്തെങ്കിലും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എനർജി മിക്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മുടെ ബ്രെയിനിൻ്റെ സംഭവമാണ്. നമ്മുടെ ശരീരത്തിലെ എനർജി ഒന്നുമില്ല. കാരണം നമ്മുടെ ശരീരം, ഹ്യൂമൻ ബീങ്, നമുക്ക് കുറച്ച് സയൻസിലൂടെ പോകാം. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയല്ല. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പേനയായിരിക്കും, ബുക്കായിരിക്കും, മൊബൈൽ ഫോണായിരിക്കും. മൊബൈൽ വിടുക, പേന, ബുക്ക്, അല്ലെങ്കിൽ ഒരു ടേബിൾ, ഡെസ്ക്, ഇതിനൊക്കെ ജീവനുണ്ടോ? ഇറ്റ്സ് നോട്ട് റിയലി ഹാവിങ് ദാറ്റ് ലൈഫ്, അല്ലേ? അത് മൂവ് ചെയ്യുന്നില്ല. ഈ മൂവ് ചെയ്യാത്ത സാധനങ്ങൾക്ക് എനർജി വേണ്ട. നമ്മളതിനെ മൂവ് ചെയ്യണം. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അതിനൊരു കുറച്ച് എനർജി, ഒരു ഫോഴ്സ് കൊടുക്കണം, അല്ലേ? പോസിറ്റീവ് എനർജി കൊടുക്കണം. തിരിച്ച് നെഗറ്റീവ് എനർജി കൊടുത്താൽ നിൽക്കത്തേ ഉള്ളൂ. അത് വേണ്ടി വരും. തള്ളുമ്പോൾ അത് നീങ്ങും. ടേബിളാണെങ്കിൽ പോസിറ്റീവ് എനർജി കൊടുക്കുന്നു, തള്ളുന്നു. നെഗറ്റീവ് എനർജി കൊടുക്കുമ്പോൾ സ്റ്റോപ്പ് ആവും. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു മോഷൻ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ബോഡി ഓൾവേസ് വർക്കിംഗ്, അല്ലേ? നമ്മുടെ ബോഡിക്കകത്ത് എപ്പോഴും നമ്മുടെ ലങ്സ്, നമ്മുടെ ഹാർട്ട്, കിഡ്നി, ഐസ്, ഇയേഴ്സ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 24 മണിക്കൂറും വർക്ക് ചെയ്യാം. ഇതിനെപ്പോഴും എനർജി വേണം. അത് പോസിറ്റീവ് എനർജിയാണ്. നമ്മുടെ ശരീരം മുഴുവൻ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. നെഗറ്റീവ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ അതിനർത്ഥം എന്താ? ഇത്രയ്ക്കും പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പോസിറ്റീവ് എനർജി എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും എടുക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റിനും കാണുന്ന എല്ലാ നെഗറ്റീവ്സിനെയും നമ്മൾ പിടിച്ചെടുക്കുന്നത്. അത് തന്നെയാണ് അസൂയയുടെ സംഭവം. നമ്മൾ ഒരാളിനെ കാണുമ്പോൾ നമ്മൾ പോസിറ്റീവാണ് നമ്മൾ ആദ്യം തോന്നുന്നു ഓട്ടോമാറ്റിക്കലി. പക്ഷെ ഉടനെ തന്നെ നെഗറ്റീവ് കയറി വരികയാണ്. നമ്മളിൽ അത്രയ്ക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കുന്നു. നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു പുതിയ പേന വാങ്ങിച്ചു. മേ ബി എൻ്റെ ഇരിക്കുന്ന 10 രൂപയുടെ പേനയായിരിക്കും, അവൻ്റെ ഇരിക്കുന്നത് മേ ബി ഇമ്പോർട്ടഡ്. അവൻ്റെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ കസിനോ അല്ലെങ്കിൽ അങ്കിളോ ആരെങ്കിലും അവന് ഗിഫ്റ്റ് ചെയ്തതായിരിക്കും. മേ ബി ഇറ്റ് കോസ്റ്റ് 5,000, 10,000, 1000 ആയിരിക്കും, ചിലപ്പോൾ 500 ആയിരിക്കും, 200 ആയിരിക്കും. പക്ഷെ അത് കാണുമ്പോൾ അവനിത് കിട്ടും, നമുക്കില്ലല്ലോ എന്ന് തോന്നും. എങ്ങനെ ഈ അസൂയ കുറയ്ക്കാം? അസൂയ നല്ലതല്ല, ബട്ട് അസൂയ നല്ലതാക്കുകയും ചെയ്യാം. അതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് റിലീജിയസിലൂടെ, കുറച്ച് നമ്മുടെ നോർമൽ ലൈഫിലൂടെയും കൊണ്ടുപോകാം. അപ്പോൾ ഇതെല്ലാവർക്കും കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ അസൂയ എന്ന് പറഞ്ഞ സാധനം എല്ലാ റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സിലും പറയുന്നുണ്ട്. അത് നല്ലതിനല്ല എന്ന് തന്നെയാണ് പറയുന്നത്. സയൻസിലുള്ള സംഭവം തന്നെയാണ്. നമുക്കൊരാളിനെ കാണുമ്പോൾ നമുക്കൊരു റഷ് ഉണ്ടാവും. ആ ആളിനെ പോസിറ്റീവ് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര നെഗറ്റീവ് വൈബ് ഉണ്ടാവും. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ റിലീജിയസ് ടീച്ചിങ് വെച്ചാണെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരൊരു നല്ല കാര്യം വേറൊരാൾക്ക് സംഭവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് പറയണം, അല്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ ഗോഡ്സ് ഗ്രേസ് എന്ന് പറയും. മുസ്ലിംസ് ആണെങ്കിൽ ലൈക്ക് അൽഹംദുലില്ലാ അല്ലെങ്കിൽ മാഷാ അള്ളാഹ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഗോഡാണ് അത് കൊടുത്തതെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഹിന്ദുസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഗുരുവായൂരപ്പനാണ് കൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ഈശ്വരൻ്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടി. ഇത് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിൻ നമ്മൾ തന്നെ പറയാണ്, ഇത് കിട്ടിയത് ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ടാണ്. അപ്പം നമ്മൾ വീക്കാവും. അപ്പം നമ്മൾ വിചാരിക്കും അവർക്ക് കിട്ടി, നമുക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ, നമ്മളും പ്രാർത്ഥിക്കുക. ഇതാണ് റിലീജിയസ് ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അസൂയ ഇല്ലാതാക്കാൻ ചെയ്യുന്ന സംഭവമാണ്. ഇനി റിലീജിയസ് വിടുക. നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്, നമുക്കിപ്പോൾ ഏത്തീസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ റിലീജിയനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ കുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. നമ്മളിപ്പോൾ ഒരാളിനെ കണ്ടു, അയാളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നടക്കില്ല എന്നറിയുന്നില്ല, നടക്കാത്ത കാര്യമാണെന്ന് വിചാരിച്ചു. നമ്മുടെ മുമ്പിൽ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു
ഇപ്പം ഇഫ് യു ആർ എ ഗേൾ, നിങ്ങളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ കാണും. ഇപ്പം ബോയ്സ് ആണെങ്കിൽ അത്രയും ഹാൻസം ആയിട്ടുള്ള ബോയിയെ കാണും. അപ്പം നമ്മളെക്കാളും ഹാൻസം ആണല്ലോ എന്ന് നമുക്ക് ആദ്യം തോന്നും. ഓക്കെ, എവളാൾ കൊള്ളാമല്ലോ, എവളാൾ കൊള്ളാമല്ലോ, ഇവൾ കാണാൻ നല്ല സൗന്ദര്യമാണല്ലോ. അവിടെയാണ് പോസിറ്റീവ് എനർജിയിലാവുന്ന നിൽക്കുന്നത്, നല്ലതാണല്ലോ. പിന്നെന്ത് സംഭവിക്കും? നമ്മുടെ മൈൻഡ് അതിനെ എങ്ങനെ വേണം കൊണ്ടുപോകും. നമ്മൾ കൂടുതലും ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് കാട് കയറി ചിന്തിക്കും. അയ്യോ, അവനത് കിട്ടിയല്ലോ, നമുക്കില്ലല്ലോ. ചിന്തിക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും അതിനെ ഒന്ന് ട്വീക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അവൻ്റെ ഒരു പോസിറ്റീവ് കാണുമ്പോൾ, ഓ, അവനും ഞാനും ഒരുപോലത്തെ ആളാണ്, അവനത് കിട്ടി, എനിക്കും വിചാരിച്ചാൽ കിട്ടാമല്ലോ, ഞാനും വർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ മത്സര മനോഭാവമുണ്ട്, മത്സരിക്കുക. അവനെ ഹേർട്ട് ചെയ്യാതെ, ഓക്കെ, അവനേക്കാൾ ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കൂടുതൽ കാണിക്കും. അവനെ ഹേർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവൻ നശിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടോ ചെയ്യരുത്. അപ്പോഴാണ് അസൂയ എന്ന് പറയുന്ന ആ സാധനം നെഗറ്റീവ് ആവുന്നത്. ഓക്കെ, നമ്മളിലുള്ള പോസിറ്റീവ് എനർജി നമ്മൾ നെഗറ്റീവ് ആക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ്സ് എവിടെ കണ്ടാലും പിടിച്ചെടുക്കും. ഇതിലുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇതിൽ നടക്കും. ഓക്കെ, സയൻറ്റിഫിക്കായിട്ട് ഒരു പരിധി വരെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു പരിധി വരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം റിലീജിയസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവാൻ വേണ്ടി പറയാം. ഓക്കെ, ഇതെല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുസിനാണെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് പറയും. ഓക്കെ, ഒരാളുടെ കണ്ണ് വെച്ച് ഒരു സംഭവത്തിൽ ചെന്ന് അയാൾ ഭയങ്കര നല്ലതായിട്ട് സംഭവിക്കുമ്പോൾ അയ്യോ അവ നശിക്കണം എന്ന് വിചാരിക്കുന്നതാണ് ദൃഷ്ടിദോഷം. ദൃഷ്ടി കൊണ്ടുള്ള, ലൈക്ക് ഐസൈറ്റ് കൊണ്ടുള്ള ദോഷം. മുസ്ലിംസ് ആണെങ്കിൽ അവർ പറയും കണ്ണെയർ എന്ന് പറയും, കണ്ണ് കൊണ്ടുള്ള എയർ, അതുകൊണ്ട് ചെല്ലുന്നു, കണ്ണിൽ നിന്ന് ഒരു റേസ് പോകുന്നു, നെഗറ്റീവായിട്ട് അവിടെ ചെന്ന് വീഴുന്നു. ഈവിൾ ഐ എന്ന് പറയും ക്രിസ്ത്യൻസും അല്ലെങ്കിൽ ഇംഗ്ലീഷിലും പറയുന്ന സാധനം. ഈവിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഡെവിളിഷ് ആയിട്ടുള്ള ഒരു നോട്ടം. ഇത് സത്യമാണ്. ഓക്കെ, സത്യമല്ല എന്ന് പലരും പറയും. ഞാൻ കുറച്ചൊന്ന് സയൻറ്റിഫിക്കിലൂടെ പറഞ്ഞ് നിങ്ങളൊന്ന് വിശ്വസിപ്പിക്കാൻ നോക്കാം. ചിലപ്പം വിശ്വസിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ഓക്കെ. നമ്മൾ തന്നെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. ബേസിക് ഫിസിക്സ് എങ്ങനെ എല്ലാവരും അറിയാമല്ലോ. ചിലർ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പഠിച്ചതായിരിക്കും, ചിലർ പൊട്ടിയിട്ടുണ്ടാവും, ചിലർ പഠിക്കാത്ത രീതിയിൽ പോയിട്ടുള്ളതാണ്. വാട്ടെവർ, ഫിസിക്സ് അറിയാമല്ലോ, ലൈറ്റ് അറിയാം. ഓക്കെ, അപ്പം നമ്മുടെ നേരെ ലൈറ്റ് വരുന്നുണ്ട്. ഈ റൂം മുഴുവൻ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? കാണാൻ പറ്റുന്നില്ല. എന്താ ലൈറ്റിനെയും കാണാൻ പറ്റാത്തത്? ലൈറ്റ് വന്ന് ഒരു ഓബ്ജക്റ്റ്, ഒരു സാധനത്തിൻ്റെ മണ്ടയിൽ വീഴുമ്പോൾ ആ ലൈറ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ തട്ടി തിരിച്ച് നമ്മുടെ കണ്ണിൽ വരും. അപ്പോൾ നമ്മുടെ കണ്ണിൽ ഒരു റിഫ്ലക്ഷൻ അകത്ത് നടക്കും. അത് കറക്റ്റ് പാർട്സ് ഒക്കെ ഞാൻ പറഞ്ഞു, പ്യൂപ്പിൾ പോലത്തെ, റെറ്റിന പോലത്തെ സ്ഥലങ്ങളിൽ ചെന്ന് ഈ ഇമേജ് അവിടെ ചെന്ന് വീഴുക ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ലൈറ്റ് പോയാൽ കാണാൻ പറ്റുന്നത്. ലൈറ്റ് എന്നുള്ള റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ റേസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നതിലൂടെയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഈ റേസ് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ ലേസർ അറിയാം. നിങ്ങളെല്ലാവരും എംപുരാൻ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മോഹൻലാലിൻ്റെ പണ്ടത്തെ വേറെ പല മൂവീസിലും ഉണ്ട്. അതിലെന്താ, നമ്മളൊരു ഗൺ എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. ചുമ്മാ ഷൂട്ട് ചെയ്യാൻ ഒരു ലേസർ പോയിന്റ് ഗണ്ണാണ്. അപ്പോൾ ലേസർ എന്നുള്ള ലൈറ്റ് നേരെ ചെന്ന് അവിടെ ചെന്ന് വീഴും. എവിടെയാണോ ലേസർ പോയിന്റ് ചെയ്യുന്നത് അവിടെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഇൻറ്റൻസിറ്റി കൂടിയ ലൈറ്റാണ്. ഇത് നമ്മൾ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലേസർ മാത്രം മതി കത്തി അങ്ങ് പോകാൻ വേണ്ടി, ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഇൻഡസ്ട്രി ലേസർ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഡയമണ്ട്സ് വരെ കട്ട് ചെയ്യാം. ഓക്കെ, ചുമ്മാ പറഞ്ഞില്ല, അങ്ങനെയാണ് ലേസറിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയും. ഇത് വെറും ലൈറ്റാണ്, പക്ഷേ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയതാണ്. അതുപോലെ ഇൻറ്റൻസിറ്റി കൂടിയ രീതിയിൽ നമുക്ക് വേറൊരാളെ നോക്കാൻ പറ്റും. ഓക്കെ, ആ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നെഗറ്റീവ് എനർജി. ഒരു ഫുൾ സയൻറ്റിഫിക് എനിക്ക് പറയാൻ പറ്റില്ല, പറ്റുന്ന സയൻറ്റിഫിക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെഗറ്റീവ് എനർജി വിടുക. നമ്മളൊരാളിനെ കണ്ടു, ഒരാളിനെ നോക്കുമ്പോൾ എന്താ, നെഗറ്റീവായിട്ട് ഒരാളിനെ നോക്കി വിട്ടു. നമ്മളെയായിരിക്കും അയാൾ നോക്കിയത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളെ നോക്കി. ഓക്കെ, നിങ്ങൾ എന്നെ നോക്കി. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കാണാൻ നല്ല രസമാണല്ലോ എന്നും പറഞ്ഞ് എനിക്ക് നെഗറ്റീവ് തോട്ട് ഉണ്ടായി. എൻ്റെ നോട്ടം ശരിയല്ല. ഓക്കെ, ഞാൻ ശരിയല്ലാതെയാണ് നോക്കുന്നത്. പക്ഷേ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ എന്നെ നോക്കുന്നു, കണ്ടു, പോയി. നിങ്ങൾ വിചാരിക്കും ഇത് ഒന്നും വന്ന് വീണില്ലല്ലോ, ദൃഷ്ടിദോഷം വീണില്ലല്ലോ. വീണ് കാണും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി എൻ്റെ മുഖം നിങ്ങളെ ആ റിഫ്ലക്ഷനിൽ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ബ്രെയിൻ അത് എടുത്തു. പക്ഷേ നിങ്ങളെ ബ്രെയിൻ ആവശ്യമുള്ളത് മാത്രമേ ഇപ്പോൾ എടുക്കത്തുള്ളൂ. ഇപ്പം എന്തിനാണ് നിങ്ങൾ എന്നെ നോക്കിയത്? എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി മാത്രമായിരിക്കും.
അല്ലെങ്കിൽ എന്നെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും. എൻ്റെ മുഖത്തെ ബാക്കി പിക്ചറൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. ബ്രെയിൻ സിഗ്നൽ ചെയ്യുമ്പോൾ നല്ലത് മാത്രം എടുക്കുന്നു. പക്ഷേ ഞാൻ ശരിയല്ലാതാണ് നോക്കിയെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ അകത്ത് വേറെ എവിടെയെങ്കിലും ഹിഡൻ ആയിട്ട് കിടക്കും. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഒരു ബോൾ ഒരു ചുവരിലോട്ട് നോക്കി, നമ്മൾ ചുവരിൽ ആദ്യം നോക്കുമ്പോൾ നമ്മൾ കണ്ട നമ്മുടെ മുഖമായിരിക്കും. എങ്ങനെയാ, ഒരു മിറർ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ സൈഡിലൊരു പല്ലിയോ അല്ലെങ്കിൽ പാറ്റയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു കാണും. ചിലപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കും, അയ്യോ ഒരു പല്ലി ഉണ്ടായിരുന്നു. അതങ്ങനെ പിറകോട്ട് നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. കാരണം അപ്പോൾ അത് ഉണ്ടായിരുന്നു, പക്ഷേ ബ്രെയിൻ അപ്പോൾ അതിന് ഫോക്കസ് കൊടുത്തില്ല. ഇതുപോലെ ചിലപ്പോൾ അൺഫോക്കസ്ഡ് ആയിട്ട് ഒരു നെഗറ്റീവ് എനർജി മറ്റൊരാളുടെ നിങ്ങളുടെ കണ്ണിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഓ അയാൾ നെഗറ്റീവ് കാണിച്ചു, അയാൾ നെഗറ്റീവ് കാണിച്ചു, നെഗറ്റീവ്. അത് നെഗറ്റീവ് എനർജിയാണ്. ഓക്കെ, ഇതില്ലാതാക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് അസൂയ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. എല്ലാവർക്കും അസൂയ ഉണ്ടാവും. ഈ അസൂയ എന്ന് പറയുന്നത് ഒരാളിനെ കാണുമ്പോൾ എക്സ്ട്രീമായിട്ട് നമുക്ക് തോന്നും, ഓക്കെ അയാൾ ഭയങ്കരമായിട്ട് നല്ലതായല്ലോ. ഒരാൾ കാർ എടുക്കുന്നു, ഓ അയാൾക്ക് ആ കാർ കിട്ടിയല്ലോ. ഇല്ല, ഓ അയാളുടെ ഡ്രസ്സ്, ഓ അയാളുടെ ഡ്രസ്സ് എന്ന് പറയുന്ന ഗ്യാപ്പാണല്ലോ, അല്ലെങ്കിൽ ഗൂച്ചിയുടെ ഒരു പെർഫ്യൂമാണല്ലോ പുള്ളി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഒരു ഇൻറ്റൻസായിട്ട് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു പോസിറ്റീവ് തോന്നുന്നതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അസൂയ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരാളെ നമ്മൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിലീജിയസ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളപ്പോൾ പോസിറ്റീവ് വിചാരിക്കുന്നത്. ദൈവമാണല്ലോ വിചാരിച്ചത്, അപ്പോൾ ദൈവം തന്നതാണെങ്കിൽ പിന്നെ നമുക്കും കിട്ടുമല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുക, അപ്പം നമുക്കും കിട്ടും. ഇനി എല്ലാ റിലീജിയസ് ബിലീഫ് അല്ലാത്തവരാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക. നമ്മൾ വിചാരിക്കുക, ഓക്കെ അവൻ എലിജിബിലിറ്റി ഇത് കിട്ടാൻ, അവൻ എൻ്റെ അതേ എഡ്യൂക്കേഷൻ, അവൻ എൻ്റെ അതേ സാമ്പത്തിക നില, അവന് കിട്ടിയെങ്കിൽ എനിക്കും കിട്ടും. പിന്നെ ചില ആളുകളുണ്ട്, അറിയാമല്ലോ, 3 days 3 months ചെറിയ ടൈം കൊണ്ടിട്ട് എനിക്ക് പൈസ ഉണ്ടായി ഷോ കാണിക്കുന്ന ആളുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ കോപ്പി ചെയ്യാതിരിക്കുക. അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ വിട്ടയക്കുക, നെഗ്ലക്റ്റ്. അതായത് അവരുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യാനോ അതുപോലെ ആവാനോ നോക്കരുത്. നമ്മളും റൂട്ട് മാറിപ്പോവും. ഓക്കെ, നമുക്ക് ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് കാര്യം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പലരും ദൈവവിശ്വാസികളാണ് അല്ലേ, ഓരോ ഫെയ്ത്താണ്. നമ്മൾ എന്താ വിചാരിക്കുന്നത് പലപ്പോഴും? ഓക്കെ, നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ അത് ചെയ്യുന്ന ദൈവത്തിനൊന്നും ആവശ്യമില്ല. ഓക്കെ, ഈ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ദൈവമാണെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഈ മൂട്ടയിലത്തിലുള്ള മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്താ ആവശ്യം? ഒന്നുമില്ല, ദൈവത്തിനൊന്നും ആവശ്യമില്ല. നമുക്കാണ് ദൈവത്തിനെ കൊണ്ട് ആവശ്യം. ഓക്കെ, നമ്മൾ 2 കാലിൽ നിൽക്കുന്ന മനുഷ്യൻ. ഈ 2 കാലുള്ള മനുഷ്യൻ നമ്മുടെ ചുറ്റിനുമുള്ള ഫാമിലിയെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, സൊസൈറ്റിയെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ആലോചിക്കേണ്ടത്, ദൈവമാണ് മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദൈവമാണ് ഫാമിലിയും സൊസൈറ്റിയും, സൊസൈറ്റിയുടെ മുകളിലുള്ള കൺട്രിയും, കൺട്രിയുടെ മുകളിലുള്ള പ്ലാനറ്റിന് മുകളിലുള്ള സോളാർ സിസ്റ്റത്തിന് മുകളിലുള്ള യൂണിവേഴ്സിന് മുകളിലുള്ള മിൽക്കി വേയും, ഈ മിൽക്കി വേവ്സിനൊക്കെ മുകളിലുള്ള സാധനങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന് നമ്മുടെ എന്താവശ്യമാണ്? ഇത് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ നമ്മൾ ആലോചിച്ചാൽ ഇത്രയും സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ദൈവം ഈ ഒരു വ്യക്തിക്ക് അത് കൊടുത്തെങ്കിൽ നമുക്കും തരും. അത്രയ്ക്ക് പവർ ഉണ്ടല്ലോ അല്ലേ? സിമ്പിൾ. ഇതാണ് റിലീജിയസ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ കൂളാവും. അസൂയ അങ്ങ് അസൂയ വിടണം. പിന്നെ ചിലരുണ്ട് അസൂയ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൂടോത്രത്തിനും അല്ലെങ്കിൽ മുസ്ലിംസിന്റെ സിഹർ എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിന് വേണ്ടി പോകും. അയ്യോ, അത് അതിനേക്കാളും കഷ്ടമാക്കും. ഭയങ്കര ഡേഞ്ചറസ് സാധനമാണ്. അതിനും സയൻസ് ഉണ്ട്. അത് ചെയ്ത് പലരും നശിക്കാറുണ്ട്. ഓക്കെ, ചെയ്യരുത്. നമ്മളെപ്പോലുള്ളൊരു മനുഷ്യന്റെ അപ്പുറത്തും അല്ലേ? അപ്പം അവൻ തെമ്മാടിത്തരം കാണിച്ചെങ്കിൽ നിയമത്തിന് വിട്ടു കൊടുക്കുക, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമത്തിന് വിട്ടു കൊടുക്കുക. പോയി നമ്മൾ അറിഞ്ഞൂടാത്തൊരു പണിയാണ് നമ്മൾ പോയി ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ് ചെയ്യും. ഈ മാജിക് ചെയ്ത അവസാനം അവനെന്തെങ്കിലും പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കിയ ലോകത്തേക്കാളും കൂടുതൽ മനസ്സിലാക്കാത്ത ലോകമാണ്. ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രൂഫ് ഒന്നുമില്ല. ബട്ട് എനിക്കും പലർക്കും ഒക്കെ ഇത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ? കൂടോത്രം ചിലപ്പോൾ മുട്ടയിൽ കൂടോത്രമായിരിക്കും, ചിലപ്പോൾ തേങ്ങയിൽ കൂടോത്രമായിരിക്കും, കോഴി കൂടോത്രമായിരിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി സൂപ്പർമാനിലോ ചന്ദ്രയിലോ ലോകയിലോ ഉള്ള കൂടോത്രമായിരിക്കും. മോളവൈറ്റ് മേ ബി ചാത്തൻ സേവ എന്നൊക്കെ പറയും അല്ലേ? ചാത്തൻ എന്ന് പറഞ്ഞാൽ ടൊവിനോ ഒന്ന് എന്നെ അടിച്ചിട്ട് പോകുമെന്ന് അറിയത്തില്ല. ആ ചാത്തനല്ല, ആ ചാത്തൻ തന്നെയാണ്, പക്ഷെ ചാത്തന്റെ വേറൊരു രൂപം. ഓക്കെ,
ഇതൊക്കെ ചെയ്ത് നമ്മൾ എന്തിനാ നമ്മുടെ ചുറ്റിനുള്ള മനുഷ്യനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്? ജസ്റ്റ് ഒറ്റ കാര്യം ചെയ്താൽ മതി. അസൂയ ഉണ്ടായോ, നേരെ ചെറിയവനെ കെട്ടിപ്പിടിക്കുക. അവന് സ്വന്തമായിട്ട് തോന്നും, അയ്യേ ഞാൻ ഈ ജാട കാണിച്ചുകൊണ്ട് എവനൊന്നും തോന്നിയില്ലേ. പിന്നെ അവൻ ചിലപ്പോൾ ജാട കാണിക്കത്തേ ഇല്ല നമ്മുടെ മുമ്പിൽ. ഇല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ഓ ഞാൻ അവനെ പോയി കെട്ടിപ്പിടിച്ച്, അവന് സ്വന്തമായിട്ട് തോന്നിയല്ലോ, ഒന്നുമല്ല എനിക്കൊന്നും തോന്നിയില്ല. മതി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോസിറ്റീവ് ആവും. അപ്പോൾ ടോപ്പിക് ഒന്നേ ഉള്ളായിരുന്നു, ബി പോസിറ്റീവ്. അസൂയ പോസിറ്റീവ് എനർജിയാണ്. അതിൻ്റെ നെഗറ്റീവ് കൂടെ ചേർന്നൊരു സാധനം വരുന്നുണ്ട്. അത് നമ്മൾ തട്ടിയും കളയുക. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവായിട്ട് ആലോചിക്കുക, അവന് നല്ലത് വരട്ടെ, നമുക്ക് നല്ലത് വരട്ടെ എന്ന് ആലോചിക്കുക, പ്രവർത്തിക്കുക. വർക്ക് ടുവേർഡ്സ് making ourselves happy, making ourselves better humans in the world. Thank you for watching Civic IQ by Hara.